ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കർമ്മ വേൾഡ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതെൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. ഇതുവരെയുള്ള എൻ്റെ യാത്രയിൽ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും സഹകരണത്തിനും പ്രോത്സാഹനത്തിനും എല്ലാം ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷമാണ് എല്ലാവരോടും. സ്നേഹം മാത്രം വഴിഞ്ഞൊഴുകുന്ന സ്നേഹമാണ് എല്ലാവരോടും. വാരി വിതറുന്ന സ്നേഹമാണ് എല്ലാവരോടും. എല്ലാവർക്കും എൻ്റെ ചക്കരയും ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബാല്യം നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുമായ ഒരു സുവർണ്ണ കാലഘട്ടമാണ് നമ്മുടെയൊക്കെ ബാല്യകാലം. കളിയും ചിരിയും സന്തോഷങ്ങളും കുറുമ്പുകാട്ടലും ഒക്കെ ഇന്ന് ഓർമ്മകളായി എല്ലാവരുടെയും മനസ്സിൽ സൂക്ഷിക്കുന്ന ചെറിയ വളപ്പൊട്ടുകളാണ് നമ്മുടെ ബാല്യകാലം. എത്ര രസമായിരുന്നു അല്ലേ? ജോലിക്ക് പോകണ്ട, ഉത്തരവാദിത്തങ്ങളില്ല, പറന്ന് അങ്ങനെ. എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഞാനിന്ന് ഓർക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഒന്ന് നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. നോക്കിക്കോണേ. നാരങ്ങ മിഠായി. എൻ്റെ ബാല്യകാലത്ത് ഞാൻ സ്കൂളിൽ നിന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പം ആദ്യം ഒരു കടയിലേക്കാണ് ഓടുന്നത് ഈ സാധനം കിട്ടാൻ വേണ്ടി. അന്ന് വേണ്ട 10 വയസ്സൊക്കെ ഉള്ളൂ. പിന്നെ എനിക്കിഷ്ടം കടല മിഠായി. നല്ല ശർക്കര പാനിയിൽ കടലയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത് കഴിച്ച് നോക്കണം. ഇപ്പോഴത്തെ കാഡ്ബറീസിനോ അല്ലെങ്കിൽ നമ്മുടെ ഡയറി മിൽക്കിനോ 5 സ്റ്റാറിനോ ഒന്നും കിട്ടാത്ത ടേസ്റ്റാണ്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല മുത്തയെ. പണ്ടത്തത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും ഇപ്പോഴും കടകളിലൊക്കെ ഇത് കിട്ടാറുണ്ട്. ഇപ്പോഴും ഞാനിത് വാങ്ങി കഴിക്കാറുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും 90s അത്ര വലിയ മോശപ്പെട്ട കാലഘട്ടമൊന്നുമല്ല. ഇന്നത്തെക്കാട്ടിലും കുറച്ചുകൂടി നല്ല കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നത്തെ ന്യൂജൻ കുട്ടികൾക്ക് നഷ്ടമായതും അന്നത്തെ കാലത്ത് അവിസ്മരണീയമായ കുറേ ഓർമ്മകളും ബാല്യങ്ങളുമാണ്. കാലം മാറി, ജനറേഷൻ ഗ്യാപ്പേ അതൊരു സംഭവമാണ്. എന്നാൽ ഇന്നത്തെ കുഴപ്പമൊന്നുമില്ല. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടതാ ഈ ഉപ്പും മുളകും മിഠായി. ഇത് കഴിച്ചാൽ നമുക്കങ്ങ് പുളിയില്ലേ, പുളി ഉപ്പുപൊടി നമ്മൾ മുക്കി കഴിക്കത്തില്ലേ, അതേപോലെ ഒരു ടേസ്റ്റാണ്. അയ്യോ, നാവിൽ വെള്ളം ഊറുന്നുണ്ട്. പണ്ടൊക്കെ പുളി ഇങ്ങനെ എടുത്ത് ഉപ്പിനകത്ത് മുക്കി കഴിക്കുമായിരുന്നു. ഇപ്പം ഇത് പാക്കറ്റിൽ വരുന്നുണ്ട്. ഈ മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല സ്വാദാണ് ഇത് കഴിക്കാൻ. വായിക്കൂടി ഇങ്ങനെ വെള്ളം വരുന്നത് ഇപ്പോഴും എനിക്ക് വരുന്നുണ്ട്. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ് ആരൊക്കെയാണ് ഇപ്പോഴും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്. ഓക്കെ. അങ്ങനെ അടുത്തത് ഈ പഞ്ഞിമിഠായി എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ അന്നൊക്കെ ഇങ്ങനെ പാക്കറ്റിലല്ല, ചുമ്മാ തരുമായിരുന്നു. ഒരു കടലാസിൽ പൊതിഞ്ഞാന്ന് തോന്നുന്നു. അതിങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുമ്പം പഞ്ഞി പോലെ സ്മൂത്താണ്. ഇത് വായിലേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അങ്ങ് അലുത്തങ്ങ് പോകും. പക്ഷെ നല്ല മധുരവും നല്ല പാലിൻ്റെ ഒരു സ്വാദൊക്കെയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അലുത്തങ്ങ് പോവും. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധമാണല്ലേ. എനിക്കിത് പിന്നെ ഇഷ്ടം പാൽപ്പേട. ഇതിന് നല്ല മധുരമാണ്. ഇത് ഒരുപാടൊന്നും കഴിക്കാൻ നമുക്ക് പറ്റത്തില്ല. 1-2 അടുപ്പിച്ച് കഴിക്കാം. പക്ഷെ ഭയങ്കര മധുരമാണ്. ഇതിങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ഒരു സ്മൂത്തായിട്ടൊരു ഫീലാണ് ഇങ്ങനെ. എന്നിട്ടത് വായിലിട്ട് നുണഞ്ഞ് നല്ല രസമാണ്. നല്ല ഗുണമുള്ള സംഭവമാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ ഒരുപാട് കഴിക്കരുത് കേട്ടോ. ഷുഗറൊക്കെ വന്നാൽ എല്ലാം ഒത്തിരിയൊന്നും കഴിക്കരുത്. പിന്നെ എനിക്കിഷ്ടം ഗ്യാസ് മിഠായി. അന്നത്തെ ഗ്യാസ് മിഠായിക്ക് ഇതുപോലെ വട്ടത്തിൽ അകത്തൊരു ഹോളില്ലായിരുന്നു. ശരിക്കൊരു വലിയ ഗുളിക പോലെ ഇരിക്കും. അങ്ങനെയായിരുന്നു പണ്ടത്തെ ഈ ഗ്യാസ് മിഠായി. ഇതൊക്കെ ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. നല്ല ഗ്യാസിനൊക്കെ നല്ലതെന്നാണ് പറയുന്നത്. മധുരമുണ്ട്, ഒരു ഗ്യാസൊക്കെ ഉണ്ട്. അടിപൊളിയായിരുന്നു. ഈ മധുരങ്ങൾക്കൊക്കെ ഒപ്പം നമ്മുടെ ബാല്യകാലത്തിൻ്റെ ഒരിക്കലും മറക്കാനാവാത്ത കുറേ ഓർമ്മകൾ, കുറേ അനുഭവങ്ങൾ, കുറേ സന്തോഷങ്ങൾ, കുറേ ഇഷ്ടങ്ങൾ, കുറേ കൂട്ടുകാരെ എല്ലാം മിസ് ചെയ്തു.
ഇപ്പം എനിക്ക് മിസ് ചെയ്യുന്നു. ഇന്നത്തെ സുഹൃത്ത് ബന്ധത്തിനായാലും അത്രയും തീവ്രത പോരാ. ശരിക്കും ഫേക്കായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ അന്ന് അങ്ങനെയല്ല. എല്ലാവർക്കും പങ്കുവെച്ചും സ്നേഹിച്ചും യഥാർത്ഥമായ സ്നേഹമൊക്കെ അന്നൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ കൂട്ടുകാരിൽ നിന്ന്. ഇന്നത്തെ ഫ്രണ്ട്ഷിപ്പിൽ മൊത്തം ക്യാഷാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആയിരിക്കാം, ആയിരിക്കാമെന്നല്ല, ആണ്. നിങ്ങൾ ചിലരെങ്കിലും പഴയ ബാല്യത്തിലേക്ക് ഇപ്പോൾ ഒന്ന് കടന്നുപോയില്ലേ? പോയിട്ടില്ലേ? എന്നാൽ ഈ സ്വാദുകളൊക്കെ ഇന്ന് ആസ്വദിക്കാനായിട്ട് കുട്ടികൾക്ക് സമയമില്ല. എല്ലാവരും മൊബൈലിൽ മാത്രമാണ് ലൈഫ്. ഒന്ന് പുറത്തിറങ്ങി കളിക്കാനോ മഴ നനയാനോ ഒന്ന് തോട്ടിപ്പോയി ചാടി കുളിക്കാനോ ഒന്നിനും സമയമില്ല. പക്ഷേ ഇന്നത്തെ കുട്ടികൾ സ്മാർട്ടാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അടിപൊളി പിള്ളേരല്ലേ ഇപ്പോഴത്തെ. എൻ്റെ ഡാൻസ് ക്ലാസ്സിലുണ്ട് കേട്ടോ കുറേ കാന്താരികൾ. അവരുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയം പോകുന്ന അറിയത്തില്ല. അതുപോലെ രസമാണ്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡാൻസ് പഠിപ്പിച്ചിട്ടുള്ള കുറച്ച് കുട്ടികളൊക്കെ ചിലരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, ചിലർ ജോലിക്കാരൊക്കെയാണ്. പക്ഷേ എന്നെ ഈയിടെ ഒരാൾ വിളിച്ചു കേട്ടോ, വിശാൽ. അവനെ ഞാൻ സ്കൂളിൽ വെച്ചിട്ട് പഠിപ്പിച്ചതാണ്. അവനിപ്പം LP ക്ലാസ്സിലൊക്കെ ആയിരുന്നപ്പം അവനിങ്ങനെ മരം പിടിക്കാനും പൂക്കൾ പിടിക്കാനും ഒക്കെ പിന്നണിയായിട്ട് നിന്ന പയ്യനാണ്. അപ്പം എൻ്റെ സെക്ഷൻ ഞാൻ ഹൈസ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പം അവൻ 5ാം ക്ലാസ്സിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്ക് അവൻ വന്നായിരുന്നു. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവിടേക്ക് അവൻ വന്നു കഴിഞ്ഞപ്പം ഇവൻ ഇച്ചിരി ബ്ലാക്ക് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ടായിരിക്കാം ടീച്ചേഴ്സ് അവനെ ബാക്കിലേക്ക് നിർത്തി ചെയ്തത്. പക്ഷേ ഞാൻ വന്നപ്പം നമുക്ക് നിറമല്ലല്ലോ, നമുക്ക് കഴിവല്ലേ വേണ്ടത്. അപ്പം ഞാൻ ഇവനെ ഫ്രണ്ടിലേക്ക് വിളിച്ചു. ഇവനെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയപ്പം ചെറുക്കനങ്ങ് കിടന്നങ്ങ് സൂപ്പറായി. നല്ല ഫ്ലെക്സിബിളായിട്ട് അടിച്ച് തകർത്ത് കളിച്ചു. അപ്പം എല്ലാത്തിനും എൻ്റെ മെയിനായിരുന്നു വിശാൽ. അപ്പോൾ അവൻ എന്നെ ഈയിടെ വിളിച്ചു കേട്ടോ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, സാറേ ഞാനിന്നിവിടെ നിൽക്കുന്നതിൽ സാറിന് ഒരു പങ്കുണ്ടെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി കേട്ടോ. നമ്മളെ പഴയ കുട്ടികൾക്ക് വിളിക്കുമ്പോഴും നമ്മുടെ സ്നേഹാന്വേഷണം അറിയിക്കുമ്പോഴൊക്കെ നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നൊരു ചിന്ത വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ചെറിയ കാര്യങ്ങളിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. അത് ചെറിയ കാര്യമാണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണെങ്കിൽ ഞാൻ അത് നന്നായിട്ട് ആസ്വദിക്കാറുണ്ട്. ഇപ്പോഴും കുട്ടികൾ എന്നെ ഓർത്തിരിപ്പുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ സാറിനെ ഓർത്തിരിക്കുന്നു, സാറിനെ അന്വേഷിക്കുന്നു. അതൊക്കെ എനിക്ക് വലിയ ഒരു അവാർഡ് കിട്ടിയ പോലെയാണ്. ഞാൻ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ കുട്ടികളെ. എല്ലാവരും സാറിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. എന്നെ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ നീക്കി കുത്തിപ്പൊട്ടിച്ചോ, ഒന്നും നോക്കണ്ട. ഓക്കെ, ബൈ.